വേദപുസ്തകത്തെ വിവിധ ഭാഗങ്ങളിൽ ജ്ഞാനികളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. കാലത്തിന്റെയും സാഹചര്യങ്ങളുടെയും വ്യതിയാനങ്ങളെ മുൻകൂട്ടി പ്രവചിച്ച് രാജാവിന്റെയും രാജ്യത്തിന്റെ ഉന്നമനത്തിനായി സഹായിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികളെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തെ കാണാമെന്ന ജ്ഞാനികൾ ഇവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരുന്നു. ദൈവവചന പ്രവചനത്തെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നവർ എന്ന് മാത്രമല്ല, അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ദിവ്യശിശുവിനെ ദൈവമായി അവർ തിരിച്ചറിയുകയും അവന്റെ മുമ്പിൽ ആരാധിച്ച് കാഴ്ചകൾ സമർപ്പിച്ച് മനുഷ്യരെക്കാൾ തങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെന്ന് കാണിച്ചു കൊടുത്തു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടക്കുന്ന യേശുവിന് പൂജ രാജാക്കന്മാർ സമർപ്പിച്ച പൊന്ന് രാജാവിന്റെയും രാജ്യത്തിന്റെ പ്രൗഢിയുടെയും അടയാളമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ യേശുവിന്റെ രാജകീയ അധികാരത്തെ സൂചിപ്പിക്കുന്നു. കുന്തിരിക്കം യേശുവിലുള്ള ദൈവിക പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. മീറ യേശുവിന്റെ പുനരുദ്ധാനത്തെയും. സ്നേഹമുള്ള കൂട്ടുകാരെ, പൂജരാജാക്കന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിലെ വിലയേറിയതെല്ലാം യേശുവിന് കാഴ്ചവെക്കാം. അങ്ങനെ യേശുവിന്റെ ജനനം പ്രഘോഷിച്ച് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി നമുക്ക് ഏറ്റുപറയാം. നമുക്ക് ജനിച്ച രക്ഷകന്റെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ, യേശുവിന്റെ ജനന തിരുനാളിന് ഒരുങ്ങുമ്പോൾ, പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവിന് ഏറ്റവും സ്വീകാര്യമായ ഒരു ബലിയായി നമ്മുടെ ജീവിതം കാഴ്ചവെക്കാം. അതിനായി ഈ 25 ദിവസവും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി പൂജരാജാക്കന്മാരെ പോലെ യേശുവിനെ കുമ്പിട്ട് ആരാധിക്കാം. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജയ് മിശിഹായ്.